നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ചില ആളുകളെ കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യവും നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. ചില സ്ത്രീകൾ ഒരു വീട്ടിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ആ വീട്ടിലെ അവസ്ഥകൾ മാറിത്തുടങ്ങും. വർഷങ്ങളായി കഷ്ടതകളിൽ മുടങ്ങിക്കിടന്നിരുന്ന കുടുംബം പെട്ടെന്ന് ഉയർച്ചയുടെ പാതയിലേക്ക് എത്തും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയും, സന്തോഷം വർദ്ധിക്കും, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും കൂടും. പലരും അതിനെ യാദൃച്ഛികമെന്ന് വിളിക്കും. എന്നാൽ സാമുദ്രിക ശാസ്ത്രവും ലക്ഷണശാസ്ത്രവും അതിനെ യാദൃച്ഛികമെന്ന് വിളിക്കുന്നില്ല. അവർ പറയുന്നത് മറ്റൊന്നാണ്. ഓരോ മനുഷ്യനും ജനിക്കുന്നതിന് മുൻപ് തന്നെ ചില ദൈവിക അടയാളങ്ങളുമായി ഭൂമിയിലേക്ക് വരുന്നു എന്നതാണ് ഈ പുരാതന ശാസ്ത്രങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് ചില സ്ത്രീകൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന്റെ ഒരു അംശം തന്നെ വഹിച്ചുകൊണ്ടാണ് ജനിക്കുന്നത്. അവർക്ക് ശരീരത്തിൽ കാണുന്ന ചില പ്രത്യേക ലക്ഷണങ്ങൾ, ചില മറുകുകൾ, ചില അപൂർവ സൂചനകൾ, ഇവയെല്ലാം അവരുടെ ഭാവിയെ മാത്രമല്ല അവർ ജീവിക്കുന്ന വീടിന്റെ ഭാഗ്യത്തെയും സ്വാധീനിക്കുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു സ്ത്രീ ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വന്നതോടെ ആ വീട്ടിലെ അവസ്ഥ തന്നെ മാറിപ്പോയ കഥകൾ. അതുവരെ ഒന്നും ശരിയാകാതെ പോയിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാകാൻ തുടങ്ങിയത്, സാമ്പത്തികമായി ഉയർച്ച വന്നത്, കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് പലർക്കും അറിയില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സാമുദ്രിക ശാസ്ത്രവും ലക്ഷണശാസ്ത്രവും മഹാഭാഗ്യത്തിന്റെ അടയാളമായി കണക്കാക്കുന്ന 7 പ്രത്യേക ലക്ഷണങ്ങളെക്കുറിച്ച്. ഈ 7 ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ സഹോദരിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കു തന്നെ ഉണ്ടെങ്കിൽ അത് സാധാരണ കാര്യമല്ല. അത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന്റെ ഒരു സൂചനയായിരിക്കാം. അപ്പോൾ വീഡിയോ മുഴുവനുമായും ശ്രദ്ധയോടെ കാണുക. കാരണം അവസാനം പറയുന്ന ചില ലക്ഷണങ്ങൾ അത്യപൂർവമാണ്. പലർക്കും അറിയാത്ത ഈ രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാകുവാൻ സാധ്യതയുണ്ട്. ജഗദീശ്വരന്റെ നാമം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ പറയുന്ന ഈ 7 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇനി അഥവാ നിങ്ങൾ ഈ ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ സൗഭാഗ്യവതിയാണ്. സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടു കൂടി ഈ ഭൂമിയിൽ പിറവിയെടുത്തവളാണ്. അതിന്റെ ഐശ്വര്യത്തിന്റെ കൊടുമുടി നിങ്ങൾ കയറിയിരിക്കും, ജീവിതം രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കാം ആ 7 ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മേൽചുണ്ടിലെ മറുകാണ്. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ആർക്കെങ്കിലും മേൽചുണ്ടിൽ മറുകുള്ളവർ ഉണ്ടോ? മേൽചുണ്ടിന്റെ ഇടതുഭാഗത്തോ മേൽചുണ്ടിന്റെ വലതുഭാഗത്തോ മേൽചുണ്ടിന്റെ മധ്യത്തിലോ ആയിട്ട് മറുകുള്ളവരെ, അങ്ങനെയുള്ളവരെ ഏറ്റവും ഐശ്വര്യമായി എന്നാണ് പറയുന്നത്. അവർ കാലെടുത്ത് വെക്കുന്ന വീടിന് എല്ലാ ഉയർച്ചയും അവിടം കൊണ്ട് ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് കാലെടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ? ഒന്നുകിൽ അത്തരത്തിൽ മറുകുള്ള സ്ത്രീകൾ ജനിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ മറുകുള്ള സ്ത്രീകളെ വിവാഹം ചെയ്തു കൊണ്ടുവരിക. ചെന്നു കയറുന്ന വീടിന് ഐശ്വര്യമാണ് എന്നാണ് പറയുന്നത്. ആ വീടിന്റെ ഉയർച്ച ഇവരുടെ ജനനം കൊണ്ടോ അല്ലെങ്കിൽ ഇവരെ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്നതോടുകൂടിയോ ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നവരാണ് ഇക്കൂട്ടർ. ചുണ്ടിന്റെ ഇടതോ വലതോ മറുക് ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ കാര്യപ്രാപ്തിയും വീടിന് ഐശ്വര്യവും ചൊരിയുന്ന സ്ത്രീകളായി അവർ മാറും എന്നുള്ളതാണ്. എന്നാൽ ഈ മേൽചുണ്ടിന്റെ മധ്യഭാഗത്ത് നടുക്കായിട്ട് മറുകു വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, രാജയോഗം കൈവരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മേൽചുണ്ടിന്റെ മധ്യത്തിൽ ആയിട്ട് മറുകുള്ളവര് അവരുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അല്ല എങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ രാജയോഗം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ്. വലിയ സൗഭാഗ്യങ്ങൾ അവരെ തേടി വരും. അവർ താമസിക്കുന്ന വീടുകളിൽ രാജയോഗത്തിന് തുല്യമായിട്ടുള്ള ഫലങ്ങൾ ആ വീട്ടിലുള്ള വ്യക്തികൾക്കെല്ലാം പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സ്ത്രീകളെ ഒരിക്കലും വിട്ടുകളയരുത് കേട്ടോ. വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ മേൽചുണ്ടിന്റെ മധ്യത്തിൽ മറുകുള്ള സ്ത്രീകളെയൊക്കെ വിവാഹം ചെയ്യുന്നത് ആ പുരുഷന് തന്നെ ഏറ്റവും ഭാഗ്യമാണെന്നാണ് പറയുന്നത്.
അതുകൊണ്ട് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ വീട്ടിലുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇത്തരത്തിൽ മേൽചുണ്ടിൽ മറുകുള്ളവര് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അറിയാൻ കഴിയുന്നത് തന്നെ ഏറ്റവും ഭാഗ്യമാണ്, ഏറ്റവും വലിയ ലക്ഷണമാണിത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സാമുദ്രിക ശാസ്ത്രം പറയുന്നു, ലക്ഷണമൊത്ത ഐശ്വര്യമുള്ള ഒരു സ്ത്രീയുടെ കാലുകളിൽ രണ്ടാമത്തെ വിരലിൽ മറ്റു വിരലുകളെ അപേക്ഷിച്ച് വലുതായിരിക്കുമെന്ന്. അതായത് ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളതുപോലെ ഒരു സ്ത്രീയുടെ കാലിൽ 5 വിരലുകൾ ഉള്ളതിൽ ആ തള്ളവിരലിൽ കഴിഞ്ഞു വരുന്ന രണ്ടാമത്തെ വിരൽ ഉണ്ടല്ലോ, ആ വിരല് മറ്റു വിരലുകളിലെ എല്ലാം അപേക്ഷിച്ച് തള്ളവിരലിനേക്കാളും ഉയരത്തിൽ നിൽക്കും എന്നുള്ളതാണ്. പല രീതിയിലാണ് ഈ വിരലുകൾ കാണാൻ സാധിക്കുന്നത്. ചിലർക്ക് 5 വിരലും ഒരേ ലൈനിൽ നിൽക്കും, ചിലർക്ക് തള്ളവിരൽ ആയിരിക്കും ഏറ്റവും വലുത്, ചിലർക്ക് ഈ തള്ളവിരലിനേക്കാൾ വലിയ വിരലുകൾ വേറെ ഉണ്ടാകും. എന്നാൽ ഒരു ലക്ഷണമൊത്ത സ്ത്രീക്ക്, ഒരു വീടിന്റെ മഹാലക്ഷ്മിയായി തീരാൻ പോകുന്ന സ്ത്രീക്ക് എപ്പോഴും തള്ളവിരലിനേക്കാൾ വലുതായി നിൽക്കുന്ന ഈ രണ്ടാമത്തെ വിരൽ എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കാലിലേക്ക് നോക്കൂ. സ്ത്രീകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് ഈ ലക്ഷണമുണ്ടോ എന്ന് നോക്കിക്കേ. ഇങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സൗഭാഗ്യവതിയായ ഒരു സ്ത്രീയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലും അല്പം വൈകിയാലും എല്ലാ ഐശ്വര്യവും ഭഗവാൻ നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ജീവിത അവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ജീവിതത്തിൽ എല്ലാം നേടി തന്നെ നിങ്ങൾ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നുള്ളതാണ്. അത്തരത്തിൽ സൗഭാഗ്യം ഈശ്വരൻ നൽകും എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും എനിക്കോ സൗഭാഗ്യമോ, പക്ഷെ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ, കാലിലെ രണ്ടാമത്തെ വിരൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ സൗഭാഗ്യവതിയാണ്, ആ വീടിന്റെ മഹാലക്ഷ്മിയാണ്, ആ വീടിന് എല്ലാമായി തീരുവാൻ പോകുന്നു, അല്ലെങ്കിൽ തീർന്നിരിക്കുന്ന സ്ത്രീ ആയിരിക്കും നിങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും അച്ചിട്ടായ കാര്യമാണിത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകൾ തങ്ങളുടെ ഇടത് കൈയിൽ, ഞാൻ ഈ പറയുന്ന കണക്കൊന്ന് നോക്കുക. നിങ്ങളുടെ ഇടത് കൈ ഒന്ന് തുറന്നു വെക്കുക. ഇടത് കൈ തുറന്നു വെക്കുന്ന സമയത്ത് നിങ്ങളുടെ തള്ളവിരലിനും അതുപോലെ തന്നെ ചൂണ്ടുവിരലിനും ഇടയിൽ എവിടെയെങ്കിലും മറുക് കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള കണക്ക് നിങ്ങളുടെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ കൈവെള്ളയിൽ ഇടത് കൈവെള്ളയിൽ വലതല്ല ഇടത് കൈവെള്ളയിൽ എവിടെയെങ്കിലും മറുക് കാണുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. കറുത്തതോ ചുവന്നതോ ആയിട്ടുള്ള മറുക് ഈ ഒരു ഭാഗത്ത് കാണുന്നുണ്ടോ എന്ന്. അങ്ങനെ ഇടത് കൈയിൽ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ നിങ്ങൾക്ക് മറുകുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക, അത് ഭാഗ്യമറുകാണ്. ആ മറുക് മാഞ്ഞു പോകാതെ, ആ മറുക് കട്ടയായിട്ട് അവിടെ കാണുന്നിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വീടിന്റെ മഹാലക്ഷ്മിക്ക് തുല്യമായിട്ടുള്ള സ്ത്രീയാണ്. ആ വീടിന് ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾ മൂലം വന്നു ചേരും. അത്തരത്തിൽ കൈവെള്ളയിലുള്ള സ്ത്രീകളെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. അവർ ആ വീടിന്റെ ഏറ്റവും വലിയ ചൈതന്യമാണ്. അവരുടെ മനസ്സ് നൊന്താൽ ആ വീടിന് നോവലേൽക്കും എന്നുള്ളതാണ്. അത്രയും വലിയ ഐശ്വര്യമാണ് കൈവെള്ളയിൽ ഈ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ മറുകു വരിക എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയോ മകളോ അല്ലായെങ്കിൽ ഭാര്യയോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോടെല്ലാം അവരുടെയൊക്കെ കയ്യിൽ നോക്കൂ. ആർക്കെങ്കിലും ഇത്തരത്തിൽ ഈ അപൂർവമായിട്ട് ഉണ്ടാകുന്നതാണിത്. തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ കണ്ടുകഴിഞ്ഞാൽ ഉറപ്പിക്കാം ഏറ്റവും വലിയ ഭാഗ്യമാണ് അതെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഈ പല്ലുകളുടെ വിടവാണ്. അതായത് നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഈ നടുക്കത്തെ പല്ലിനിടയിൽ വിടവുകൾ ഉള്ളതായിട്ട് കാണാറുണ്ടോ? അങ്ങനെയുള്ളത് ജന്മന വരുന്നത് ഏറ്റവും സൗഭാഗ്യമാണെന്നാണ് പറയുന്നത്. ജന്മന ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് ഈ നടുക്കത്തെ 2 പല്ലിനിടയിൽ വിടവുള്ളത് അത് ഈ കാണുന്ന പോലെയുള്ള ഒരു രീതിയിലാണ് ഉള്ളതെങ്കിൽ, ഒരു ദന്തക്രമീകരണം അത് എന്നുണ്ടെങ്കിൽ അത് സൗഭാഗ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇങ്ങനെ പല്ലുള്ളവർ ശരിക്കും പറഞ്ഞാൽ പല്ലിന്റെ കാര്യം ഓർത്ത് പലപ്പോഴും വിഷമിക്കാറുണ്ട് എന്നുള്ളതാണ്. അവരുടെ ചുറ്റുമുള്ളവർക്കും ചിലപ്പോൾ അത് കാണുമ്പോൾ അത്ര നല്ലതായിട്ട് തോന്നത്തില്ല. പക്ഷെ സാമുദ്രിക ശാസ്ത്രം പറയുന്നത്, ലക്ഷണശാസ്ത്രവും പറയുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളുള്ള വീടുകൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും എന്നതാണ്.
ആ വീട്ടിലുള്ളവർക്കൊക്കെ ചൈതന്യം ചൊരിയുന്ന സ്ത്രീകളായി ആ സ്ത്രീ മാറും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകൾ നിറഞ്ഞ മനസ്സുള്ളവരായിരിക്കും എന്നുള്ളതാണ്. നിറഞ്ഞ മനസ്സുള്ളവരാണ് അങ്ങനെയുള്ള സ്ത്രീകൾ വാഴുന്ന വീടുകളിലും എന്നും ഐശ്വര്യം നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും അമ്മയോ സഹോദരിയോ പരിചയക്കാരോ ഇങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെയുള്ളവരെ അറിയാം. അവരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നിറഞ്ഞ മനസ്സുള്ളവരായിരിക്കും. അവരിലൂടെ ആ വീട് രക്ഷപ്പെടും. ഒരുപാട് ഐശ്വര്യവും ഒരുപാട് ഉയർച്ച, അപകടങ്ങളൊക്കെ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കും എന്നാണ് പറയുന്നത്. ആ ചൈതന്യം ഈ സ്ത്രീയിലൂടെ ആ വീടിന് വന്നു ചേരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആലോചിച്ചാൽ ചിലപ്പോൾ ചിലരെയൊക്കെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി കാണുമ്പോൾ മനസ്സിലാക്കുക, അതൊരു ഭാഗ്യമാണ്, അതൊരു ഐശ്വര്യമാണ്. അവരുടെ വീട് രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ഇതാണ് 4ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 5ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നല്ല രാശിയുള്ള സ്ത്രീകളുടെ ലക്ഷണമായിട്ട് പറയുന്നതാണ്. അതായത് സ്ത്രീകളുടെ ചെവിയുടെ മടക്കിന് മറുക് കാണും എന്നതാണ് പറയുന്നത്. ചെവിയുടെ മടക്കെന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി അവരെ ദർശിക്കുന്ന സമയത്ത് ഈ മറുക് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കില്ല. അതേസമയം ആ ചെവിയൊന്ന് മടക്കി കണ്ണാടിയിലൂടെയോ മറ്റോ നോക്കുന്ന സമയത്ത് ചെവിയുടെ ആ മടക്കിന്, ചെവിയുടെ ബാക്ക് സൈഡിൽ ചെവിയുടെ ആ ഒരു ചെവിയുടെ ആ ഒരു ഇതളുണ്ടല്ലോ, ആ ഭാഗം ഇങ്ങനെ മടക്കി നോക്കുന്ന സമയത്ത് ചെവി മടക്കിന് മറുകുണ്ടായിരിക്കും എന്ന് പറയുന്നത്. അത് ഏറ്റവും നല്ലതാണ് എന്നാണ് പറയുന്നത്. കുശാഗ്ര ബുദ്ധിക്കാരായിരിക്കും ആ സ്ത്രീകൾ. നല്ല രാശിയുള്ള സ്ത്രീകളും ആയിരിക്കും. ഏത് കാര്യത്തിനും ഇവർ കൈ തൊട്ടാലും അതൊക്കെ നല്ല രാശി ആയിരിക്കും എന്നാണ് പറയുന്നത്. അതെല്ലാം സർവ്വ ഐശ്വര്യമായിട്ട് വരുമെന്നാണ് പറയുന്നത്. നല്ല ചിന്താശേഷിയുള്ള സ്ത്രീകൾ ആയിരിക്കും. ദീർഘദൃഷ്ടിയുള്ള സ്ത്രീകളും ആയിരിക്കും. ഒരു വീട്ടിൽ ഒരു ആപത്ത് വന്നാൽ ഇവരായിരിക്കും ആദ്യം മുന്നിട്ടിറങ്ങുന്നത്. വീടിനു വേണ്ടി ജീവിച്ചു മരിക്കുന്നവരുമായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. ആർക്കെങ്കിലും അത്തരത്തിൽ അവരെ കാണുവാൻ പറ്റത്തില്ല. ചിലപ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കി വളരെ കഷ്ടപ്പെട്ട് നോക്കിയാലേ ചിലപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ ആ മറുക്. ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെന്നും ഇരിക്കും. അങ്ങനെ ചെവിയിൽ കറുത്ത മറുകുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും വലിയ ഭാഗ്യമാണിത്. നിങ്ങൾ ആ വീടിന്റെ കൺകണ്ട ലക്ഷ്മിയാണ്. ആ വീടിന് എല്ലാ സൗഭാഗ്യവും നൽകാൻ ജഗദീശ്വരൻ വരം നൽകി അനുഗ്രഹിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചവരാണ് എന്നുള്ളതാണ്. ഇതാണ് 5ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും വലത്തെ പുരികത്തിൽ, സ്ത്രീകളുടെ വലത്തെ പുരികത്തിൽ, ആ പുരികത്തിന്റെ വര കടന്നു പോകുന്നത് അല്ലെങ്കിൽ പുരികം കടന്നു പോകുന്ന ആ മേഖലയിൽ, പുരികത്തിന്റെ ആ നാമ്പുകൾ കടന്നു പോകുന്ന വഴിയിൽ മറുകുണ്ടോ എന്ന് നോക്കുക. ഏറ്റവും ഐശ്വര്യമെന്നാണ് പറയുന്നത്. ഇവരെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും എന്നാണ് പറയുന്നത്. ഇനി ഇവർക്ക് കീഴടക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ മക്കളിലൂടെ ആ മക്കൾ ഒരുപാട് ഉയരങ്ങൾ, ഇവർ ആഗ്രഹിച്ചതിലും വലിയ ഉയരങ്ങൾ ആ മക്കളിലൂടെ ഇവർക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. വലത്തെ പുരികത്തിന്റെ ആ ലൈൻ കടന്നു പോകുന്ന പുരിക ഭാഗത്ത് പുരികത്തിൽ തട്ടി എവിടെയെങ്കിലും കറുത്ത മറുകുണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പലതരത്തിലുമുള്ള മറുകുണ്ടാകാം. കറുത്ത മറുകിനെ പറ്റിയാണ് പറയുന്നത്. വലത്തെ പുരികത്തിൽ തട്ടി കറുത്ത മറുക് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും. ഇനി അവർക്ക് അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മക്കളിലൂടെ അവർ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കും എന്നതാണ് പറയുന്നത്. ഇങ്ങനെ വലത്തെ പുരികത്തിൽ മറുകുള്ള അമ്മ ഉണ്ടാകുന്നത് ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, ഒരു മകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും അമ്മയ്ക്ക് അത്തരത്തിൽ വലത്തെ പുരികത്തിൽ തട്ടി മറുകുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും, ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ആ അമ്മയുടെ അനുഗ്രഹത്തിന്റെ, ആ അമ്മയുടെ കൂടെ വരത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇതാണ് 6ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് 7ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മറുകുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അല്ലാതെ തന്നെ ലക്ഷണശാസ്ത്രത്തിലും സാമുദ്രിക ശാസ്ത്രത്തിലുമൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഈ രാശിയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ജന്മന ഈശ്വര ചൈതന്യമായിട്ട് ജനിക്കുന്ന സ്ത്രീകൾ എന്തു നട്ടാലും, ഒരു കുറ്റിച്ചെടി കുത്തിയാലും അത് തഴച്ചു വളരും എന്നുള്ളതാണ്. അവർക്ക് അത്തരത്തിൽ സസ്യരാശി ഉണ്ടാകും, അല്ലെങ്കിൽ സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൈരാശി ഉണ്ടാകും എന്നതാണ് പറയുന്നത്.
എന്തുകൊണ്ടുവന്നും ഇവരുടെ കൈകൊണ്ട് വെച്ചാലും അതെല്ലാം തഴച്ചു വളരുന്നത് കാണുവാൻ പറ്റും. അതേസമയം അതേ മണ്ണിൽ നമ്മൾ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ ചിലപ്പോൾ അത് നശിച്ചു പോകുന്നതും കാണാൻ സാധിക്കും. അതേസമയം ഇവരൊരു കമ്പൊടിച്ച് എവിടുന്നെങ്കിലും ഒരു മരച്ചില്ല ഒടിച്ചു കൊണ്ടുവന്ന് ചുമ്മാതെ കുത്തി വെച്ചിട്ട് പോയാലും ഒന്ന് നോക്കിയില്ലെങ്കിൽ പോലും അത് തഴച്ചു വളരും എന്നുള്ളതാണ്. അത്തരത്തിൽ കൈരാശിയുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ജന്മന അവർ അനുഗ്രഹിക്കപ്പെട്ടതാണ്. മഹാലക്ഷ്മി പ്രീതിയുടെ കൂടെ ലക്ഷണമായിട്ട് ഈ ഒരു കാര്യത്തിനെ കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകൾ വീടുകളിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും. ഏറ്റവും വലിയ സൗഭാഗ്യം അവരെ വീടിനെയും തേടി വരും എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരും ജന്മനാ സൗഭാഗ്യമുള്ളവരായിട്ട് പിറന്നതാണ്. അതൊരു മഹാഭാഗ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം 7ഓളം കാര്യങ്ങൾ പറഞ്ഞു. ഈ 7ൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അമ്മയ്ക്കോ സഹോദരിക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഭാര്യയ്ക്കോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, സൗഭാഗ്യവതിയാണ്, ഏറ്റവും ഐശ്വര്യമുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളുടെ വീട്ടിൽ ഉള്ളത്. അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, മഹാഭാഗ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാനായി ആഗ്രഹിച്ചത്. ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.